നമസ്കാരം. ഉഡായിപ്പിൽ ഗണേഷും സുകുമാരൻ നായരും ഒരേ തൂവൽ പക്ഷികൾ. 4 കോടിയുടെ പത്മ കഫേ തട്ടിപ്പ്. ഗണേഷ് കുമാറിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നു. NSSൽ നടക്കുന്നതും കൊള്ളാം. നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹിക സംഘടനകളിൽ ഒന്ന്. ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ തമ്മിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അത്യന്തം ഞെട്ടിക്കുന്നതാണ്. ഗണേഷ് കുമാറും അതേപോലെ സുകുമാരൻ നായരും പരസ്പരം ചെളിവാരി എറിയുകയാണ്. NSSൽ നടക്കുന്ന വിഴുപ്പുകൾ പുറം ലോകത്തെ അറിയിച്ചുകൊണ്ട് മുൻ മന്ത്രിയും MLAയുമായ KB ഗണേഷ് കുമാർ രംഗത്ത് വന്നിരിക്കുന്നു. അതോടൊപ്പം മേജർ രവിയും കടുത്ത ആരോപണങ്ങളുമായി യുദ്ധക്കളത്തിലുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ പ്രകാശ് നായർ എന്ന പത്തനാപുരം താലൂക്ക് യൂണിയനിലെ 171 നമ്പർ ശ്രീ ശങ്കരവിലാസം NSS കരയോഗം മെമ്പർ നടത്തിയ ചില തുറന്നുപറച്ചിലുകൾ കേരളം ഗൗരവമായി കേൾക്കേണ്ടതുണ്ട്. ഗണേഷ് കുമാറും സുകുമാരൻ നായരും യഥാർത്ഥത്തിൽ ആരാണ്? ഇവരുടെ ഉഡായിപ്പുകൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് മുൻ പത്തനാപുരം MLAയും താലൂക്ക് യൂണിയൻ മുൻ പ്രസിഡന്റുമായിരുന്ന KB ഗണേഷ് കുമാർ സുകുമാരൻ നായർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. സുകുമാരൻ നായർ തന്റെ കുടുംബത്തിലെ 43 പേർക്ക് NSSൽ ജോലി കൊടുത്തുവെന്നും സൊസൈറ്റിയുടെ വസ്തുവകകൾ ആരുടെയും അനുവാദമില്ലാതെ വിൽക്കുന്നുവെന്നും മന്നം സമാധിയിൽ സാധാരണക്കാർക്ക് കയറാൻ പറ്റുന്നില്ലെന്നും ജനാധിപത്യ സംവിധാനത്തെ മുഴുവൻ അദ്ദേഹം അട്ടിമറിച്ചുവെന്നുമാണ് ഗണേഷ് കുമാർ ആരോപിച്ചത്. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് തോന്നാം ഗണേഷ് കുമാർ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന്. തീർച്ചയായും ഗണേഷ് കുമാർ പറഞ്ഞതിൽ പലതും സത്യമാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇവിടെയാണ് ഒരു ചോദ്യം ഉയരുന്നത്. ഇതുവരെ ഗണേഷ് കുമാർ എവിടെയായിരുന്നു എന്ന ചോദ്യം. തന്റെ അച്ഛൻ R ബാലകൃഷ്ണപിള്ളയുടെ മരണശേഷം പത്തനാപുരം താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഗണേഷ് കുമാർ. ഗണേഷ് കുമാർ ഒരിക്കൽ പോലും ഈ അഴിമതികളൊന്നും ചോദ്യം ചെയ്തതായി നമുക്കറിയില്ല. ഡയറക്ടർ ബോർഡിൽ കയറി അംഗമായ ശേഷം ഗണേഷ് കുമാർ സമദൂരത്തെപ്പറ്റി വിമർശനം നടത്തി. എന്നാൽ സമദൂരം സുകുമാരൻ നായർ പറയാൻ തുടങ്ങിയിട്ട് 10-15 വർഷങ്ങളായി. അന്നും ഗണേഷ് കുമാർ പത്തനാപുരം താലൂക്ക് യൂണിയന്റെ ഭാരവാഹിയായിരുന്നു. അന്നെങ്ങും ഗണേഷ് ഇതൊന്നും ചോദ്യം ചെയ്തിട്ടില്ല. ഇനി NSSൽ ജനാധിപത്യമില്ലെന്ന് ഗണേഷ് കുമാർ ആരോപിക്കുമ്പോൾ പത്തനാപുരം താലൂക്ക് NSS യൂണിയനിൽ ഗണേഷ് കുമാർ എന്താണ് ചെയ്തത് എന്ന് നമ്മൾ അറിയണം. ബാലകൃഷ്ണപിള്ള മരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിനെതിരെ ഒരു പാനൽ മത്സര രംഗത്ത് വന്നു. ഇത് ഗണേഷ് കുമാറിനെ അസ്വസ്ഥനാക്കി. ഓരോ 3 വർഷം കഴിയുമ്പോഴുമാണ് കരയോഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതിലൂടെയാണ് താലൂക്ക് യൂണിയൻ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ അടുത്ത 3 വർഷം കഴിഞ്ഞപ്പോൾ ഗണേഷ് കുമാർ ചെയ്തത് തന്നെ എതിർക്കുമെന്ന് ഉറപ്പുള്ള 50ഓളം അടുത്ത കരയോഗങ്ങളിൽ ഗണേഷ് കുമാർ തെരഞ്ഞെടുപ്പ് നടത്തിയില്ല. അന്ന് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ആയിരുന്ന അനിൽകുമാറാണ് നേരിട്ട് വന്ന് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരുന്നത്. എന്നാൽ ഗണേഷ് കുമാറിന്റെ എല്ലാ പ്രവർത്തികൾക്കും കൂട്ടുനിന്ന ഈ അനിൽകുമാർ അനുവാദമില്ലാതെ ഒന്നും ചെയ്തില്ല. പ്രകാശ് നായരും അദ്ദേഹത്തിന്റെ കരയോഗക്കാരും തെരഞ്ഞെടുപ്പ് നടത്താത്തതിനെതിരെ NSS ആസ്ഥാനത്ത് പോയി പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. അന്ന് ഇവർ രണ്ടുപേരും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന് കരയോഗക്കാർക്ക് ബോധ്യമായി. പിന്നീട് ഗണേഷ് കുമാർ ഡയറക്ടർ ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അന്നൊന്നും ഗണേഷ് കുമാർ സമദൂരത്തെ ചോദ്യം ചെയ്തതായി നമ്മൾ അറിഞ്ഞിട്ടില്ല. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ തനിക്ക് താല്പര്യമുള്ളവരെ മാത്രം അനുവദിക്കുന്ന രീതിക്കെതിരെയും ഗണേഷ് കുമാർ ശബ്ദമുയർത്തിയിട്ടില്ല. നായന്മാരെല്ലാം ചായക്കട നടത്താൻ പറയുകയാണ് സുകുമാരൻ നായർ എന്ന് പരിഹസിക്കുന്ന ഗണേഷ് കുമാർ പത്തനാപുരം താലൂക്ക് യൂണിയൻ ആസ്ഥാന മന്ദിരത്തിന്റെ അടിത്തട്ടിലെ നിലയിൽ വലിയൊരു ഹോട്ടൽ, അതായത് പത്മ കഫ തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു. ആ ഹാള് മുൻപ് തന്നെ അവിടെ ഉണ്ടായിരുന്നതാണ്. ചെറിയ ചില മോഡിഫിക്കേഷനുകൾ മാത്രമേ നടത്തേണ്ടിയിരുന്നുള്ളൂ. അതിനാൽ വലിയ പൈസ ചെലവാകില്ല എന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ അവിടെ ചെലവായത് 4 കോടി രൂപയാണ്. ആ 4 കോടി പോയിട്ട് 4 ലക്ഷം പോലും ചിലവാക്കാത്ത ഒരു ഹോട്ടലിന്റെ പേരിലാണ് ഈ വലിയ തട്ടിപ്പ് നടത്തിയത്. പുതുതായി ഒരു ഹോട്ടൽ തുടങ്ങുകയാണെങ്കിൽ 1-2 കോടിക്ക് വളരെ മികച്ച രീതിയിൽ തുടങ്ങാം. അപ്പോഴാണ് ഡെക്കറേഷന് വേണ്ടി മാത്രം 4 കോടി ചിലവാക്കിയെന്ന് കണക്കെഴുതിയത്. ഈ തട്ടിപ്പ് പുറത്തു വന്നതോടെ ഗണേഷിന്റെ കൂടെയുണ്ടായിരുന്ന ഭരണസമിതി അംഗങ്ങളും ഗണേഷിന്റെ നിഴൽ പോലെ നിന്നിരുന്ന സെക്രട്ടറി അനിൽകുമാറും ഗണേഷിനെതിരെ തിരിഞ്ഞു. അവർ ചങ്ങനാശ്ശേരിയിൽ പോയി ഗണേഷിനുള്ള പിന്തുണ പിൻവലിച്ചു. അങ്ങനെയാണ് ഗണേഷിനെ പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതും അവിടെ അഡ്ഹോക് കമ്മിറ്റി വരുന്നതും.
പുനലൂരിൽ പത്രസമ്മേളനം നടത്തി ഭരണസമിതി അംഗങ്ങൾ പരസ്യമായി പറഞ്ഞത് 4 കോടി രൂപയുണ്ടെങ്കിൽ പുനലൂർ ടൗണിൽ 5 സെന്റ് വസ്തു വാങ്ങി 2 നിലയുള്ള കെട്ടിടം പണിയാം എന്നാണ്. അത്രയധികം അഴിമതിയാണ് അവിടെ നടന്നത്. താൻ കള്ളം പറയുകയില്ലെന്നും അഴിമതി നടത്താറില്ലെന്നും ഗണേഷ് കുമാർ അടിക്കടി പറയുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല. ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട ദുരൂഹതകളും ഗണേഷ് കുമാർ ഇപ്പോൾ പറയുന്നുണ്ട്. എന്നാൽ ആ പണം പിൻവലിച്ചതൊക്കെ ഗണേഷ് കുമാർ ഡയറക്ടർ ആയിരിക്കുന്ന സമയത്താണ് എന്നും നമുക്കറിയണം. അന്നെങ്ങും ഗണേഷ് കുമാർ അത് ചോദ്യം ചെയ്തിട്ടില്ല. മന്നം സമാധിയെക്കുറിച്ചും ഗണേഷ് കുമാർ പറയുന്നുണ്ട്. എന്നാൽ അത് മന്നത്തിന്റെ സമാധിയല്ല, വാർദ്ധക്യ സഹജമായ അസുഖം വന്ന് മരിച്ച മന്നത്തിന്റെ സ്മൃതി മണ്ഡപമാണ്. ഡൽഹിയിലെ രാജ്ഘട്ടിൽ പോയി ആർക്കും പുഷ്പാർച്ചന നടത്താം. ഇവിടെ മാത്രം എന്തുകൊണ്ട് ഇത്രയും നിയന്ത്രണങ്ങൾ എന്ന ചോദ്യം പ്രസക്തമാണ്. പക്ഷേ ഇത്രയും നാൾ അധികാരത്തിലിരുന്നപ്പോൾ മൗനം പാലിച്ച ഗണേഷ് കുമാർ ഇപ്പോൾ തനിക്ക് പദവികൾ നഷ്ടപ്പെട്ടപ്പോൾ മാത്രം ഇതെല്ലാം വിളിച്ചു പറയുന്നത് വെറും കാപട്യമാണ്. പ്രകാശ് നായർ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇവർ രണ്ടുപേരും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. NSSനെ വിറ്റ് പൈസയാക്കുന്ന ഈ 2 തട്ടിപ്പുകാരും ഒരേ തൂവൽ പക്ഷികളുമാണ്. ഇവർ തമ്മിൽ ഇപ്പോൾ പിണങ്ങാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്നുള്ളതിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജനാധിപത്യത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും സംസാരിക്കാൻ ഗണേഷ് കുമാറിനോ സുകുമാരൻ നായർക്കോ യാതൊരു ധാർമ്മിക അവകാശവുമില്ല എന്നതാണ് ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന സത്യം.